നമസ്കാരം. ഇന്ന് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന നോക്കാം. അപ്പം റൈസ് എടുത്തിട്ടുണ്ട്. ഇത് കൈമ റൈസ്, നെയ്ച്ചോറിൻ്റെ റൈസാണിത്. കൈമ റൈസ് ഇത് 3 ഗ്ലാസ്സാണ് ഇട്ടേക്കുന്നത്. ഇനി ഉള്ളി നമ്മൾ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് വളരെ നൈസായിട്ടും ഒന്ന് വലുതായിട്ടുള്ളത്. ഉള്ളിയുടെ സെൻറ്റർ ഭാഗം കുറച്ച് കട്ടിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഭാഗം നമുക്ക് മാറ്റി വെക്കാം. നൈസായിട്ടുള്ളത് ആവശ്യത്തിനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഒരു നാരങ്ങ ഉണ്ട്. അതിനുശേഷം ഒരു 3 mm ഉള്ള ഒരു കറുകപ്പട്ട, ഇല, അതുപോലെ സ്റ്റാർ, ഇതെല്ലാം നമ്മൾ എത്ര ആവശ്യത്തിന് എടുക്കുക. ആവശ്യത്തിന് ഉപ്പ് എടുത്ത് വെക്കണം. അതുപോലെ നമ്മൾ അണ്ടിപ്പരിപ്പ് കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 പീസ് അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്തിരി നമുക്ക് ഒരു 12-13 പീസ്. അത് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ തന്നെ കരിയാതെ അത് കോരി വെക്കാം. ഇലയുടെ കൂടെ ഒരു 4 ഗ്രാമ്പും കൂടെ വെക്കാം. അപ്പോൾ നമ്മൾ മുന്തിരിയും കൂടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെമ്പിൽ വെള്ളം ചൂടാക്കിയെടുക്കാം. അതായത് ഒരു 4.5 ഗ്ലാസ് വെള്ളം ചൂടാക്കിയെടുക്കാം. 3 ഗ്ലാസ്സാണ് നമ്മൾ അരി എടുത്തേക്കുന്നത്. അപ്പോൾ 4.5 ഗ്ലാസ് വെള്ളം ചൂടാക്കിയെടുക്കാം. നമുക്ക് ഉള്ളി നെയ്യിൽ തന്നെ മൂപ്പിച്ചെടുക്കാം. നല്ല ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള അത് നമുക്ക് നെയ്യിൽ തന്നെ വറുത്തെടുക്കാം. ഇത് നന്നായി വറുത്തെടുക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതൊരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ ഒരു 1/4 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല ക്രിപ്സി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് നമുക്ക് കോരി വെക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു 4.5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അടച്ചു വെക്കണം, അല്ലെങ്കിൽ ആവിയായിട്ട് വെള്ളം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ചൂടാക്കുക. അതിൽ നമുക്ക് സ്പൈസസ് ചേർക്കാം. സ്പൈസസ് നമ്മൾ എടുത്തു വെച്ച് ഗ്രാമ്പൂ, സ്റ്റാർ, അതുപോലെ ഏലക്ക ഒരു 4 എണ്ണം ഞാൻ വിട്ടുപോയതാണ്. ഏലക്ക ഒരു 4 എണ്ണം പൊട്ടിച്ച് വെക്കണം, എന്നാൽ അതിൻ്റെ ഫ്ലേവർ കയറുള്ളൂ. ഇത് നമുക്ക് ഈ നെയ്യിലേക്ക്, ചൂടായ നെയ്യിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ആ ഉള്ളി, അതായത് വലിയ ഇതായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി നമുക്ക് ഇതിലേക്കിട്ട് നന്നായി ഇളക്കാം. ഇപ്പം സവാള നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 1/4 സ്പൂണ് ഉപ്പ് ചേർക്കാം. അതിനുശേഷം നമുക്ക് അവിടെ കഴുകി ഊറ്റി വെച്ച അരി ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തൊന്ന് 5 മിനിറ്റ് നേരം ഫ്രൈ ചെയ്തെടുക്കാം. അരി ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിച്ച് ഫ്രൈ ചെയ്യാം. ഇതിൽ തീ ഫുള്ളായിട്ട് വേണം തീ വെക്കാനായിട്ട്, അല്ലെങ്കിൽ അരി ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഫുള്ളായിട്ട് തീ വെച്ചുകൊണ്ട് ഒരു 4 to 5 മിനിറ്റ് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പം ഏകദേശം നമ്മൾ 5 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തിളപ്പിച്ച വെള്ളം, അതായത് തിളപ്പിച്ച് 4.5 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ നാരങ്ങാ നീരും അതിലേക്ക് ചേർക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് അതോടൊപ്പം തന്നെ 1 സ്പൂൺ നാരങ്ങാ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഒരു മീഡിയം ടു ലോ സ്പീഡിൽ ഗ്യാസ് വെച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇത് നമുക്ക് 6 മുതൽ 7 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. 1 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. 1 മിനിറ്റും കൂടി അടച്ച് വേവിക്കാം. ഇപ്പോൾ 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് ഇളക്കാം. നെയ്യ് ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. സ്ലോലി ആയിട്ട് ഇളക്കണം, അല്ലെങ്കിൽ അരി ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് നെയ്യ് ചേർത്ത് ഇളക്കി 1 മിനിറ്റും കൂടി നമുക്ക് ചെറിയ തീയിൽ വേവിക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് വറുത്ത് വെച്ച ഉള്ളി, ഡ്രസ്സ് ചെയ്യാൻ വെച്ച വറുത്ത ഉള്ളി, പിന്നെ അതുപോലെ തന്നെ വറുത്ത മുന്തിരി, അണ്ടിപ്പരിപ്പ് ചേർത്ത് നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ വെച്ചതിന് ശേഷം സെർവ് ചെയ്യുക. ചെറു ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്തു. ഇനി നമുക്ക് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം. അതിന് ശേഷം
അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നല്ല ചിക്കൻ കറിയോ അതുപോലെയുള്ള മറ്റ് കറികളുടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക്